എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ നിന്നുള്ള വേറൊരു ദൃശ്യം. ഇത് ഒരു പള്ളിയാണ്, ഇവിടുത്തെ ഒരു കാത്തലിക് പള്ളി. ആ പള്ളിയുടെ ഫ്രണ്ടിലെ ഒരു മാതാവിൻ്റെ ഒരു രൂപം, അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഒരു പള്ളി, ഇവിടുത്തെ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പാർക്ക്, പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഷോപ്പിംഗ് മാളുകൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ ഒക്കെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. സൺഡേയിൽ പള്ളി സർവീസിന് പോയിരുന്നു. ഇതാണ് പള്ളി, കാത്തലിക് ചർച്ചാണ്. അവിടുത്തെ സർവീസ് പ്രൊസഷനായിട്ടാണ് ആൾക്കാർ വരുന്നത്. ഇതാണ് പ്രൊസഷൻ. ആൾക്കാരല്ല, അച്ഛനും ഒക്കെ സർവീസിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വരുന്നത്. അത് ഇംഗ്ലീഷിലുള്ള സർവീസാണ്, കാത്തലിക് ചർച്ചാണ്. പള്ളി സർവീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷിലുള്ള സർവീസാണ്, കാത്തലിക് ചർച്ചാണ്. അപ്പം അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പം ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെ ഒരു ആദ്യം പള്ളിയിലുമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങുമായിട്ട് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പള്ളി 1 മണിക്കൂർ നേരത്തെ സർവീസേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 9:30 വേറൊരു സർവീസുണ്ട്. ഏതായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു പള്ളിയായിരുന്നു. അങ്ങനെ അവിടെ പോയി സർവീസിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേരെ നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പോയിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി. അത് കുറേ വരുന്നുണ്ട്. നല്ലൊരു പ്രസംഗമായിരുന്നു അവിടുത്തെ അച്ഛൻ്റെ. പിന്നെ കാത്തലിക്സ് ആൾക്കാർ മാത്രമേ പോയി കുർബാന കൊള്ളത്തുള്ളല്ലോ, നമ്മൾ കൊള്ളുകയില്ല. 2 സർവീസ് അടുപ്പിച്ചുണ്ടായിരുന്നു. 8 മണിക്കും പിന്നെ 9:30-ക്കും 9:15-ന്, അങ്ങനെ 2 സർവീസ് ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഇംഗ്ലീഷ് സർവീസാണ്, പക്ഷേ മലയാളികളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മനസ്സിന് നല്ലൊരു ആനന്ദം, എന്തോ ഒരു എനർജി കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ പോയി കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് വന്നപ്പം ഞാൻ ജസ്റ്റ് പള്ളി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനകത്ത് എടുത്തത്. ഭാഷാ വ്യത്യാസം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഒരു മാനദണ്ഡമൊന്നും അല്ലല്ലോ, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇത് സെക്കൻഡ് സർവീസിൻ്റെ ആൾക്കാരൊക്കെ വന്നതാണ്. നല്ല പാട്ട്, അവരുടെ കൊയറെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നുമല്ല, 1 2 പേര് നിന്ന് ഓർഗൻ വായിച്ചോ അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ചോ ആണ് അവിടുത്തെ പാട്ട്. നല്ല സ്വരമാധുര്യമുള്ള നല്ല ഇമ്പകരമായ പാട്ടാണ്, ഇംഗ്ലീഷിലുള്ള പാട്ട് തന്നെയാണ്. അച്ഛൻ അവിടുത്തെ ഏത് രാജ്യത്തെയാണ് എന്നെനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് നല്ല അനുഗ്രഹമായിട്ട് തോന്നി പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ. ഇത് ജസ്റ്റ് പള്ളി ഒന്ന് കാണിക്കാൻ മാത്രമായിട്ട് ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന ആ കൊയർ ബെഞ്ചിൽ നിൽക്കുന്ന ആ ഒരു ലേഡി നല്ല സുന്ദരമായിട്ട് പാട്ട് പാടുന്നു. ഇംഗ്ലീഷ് പാട്ടാണ് പാടുന്നത്, നല്ല രസകരമായിട്ടാണ് പാടുന്നത്. പിന്നെ ബൈബിൾ റീഡിങ് വേറെ. ഈ ലേഡി ഒരു ബൈബിൾ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അച്ഛൻ്റെ ഒരു നല്ല പ്രസംഗം ഉണ്ടായിരുന്നു, അതും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. നല്ല ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ പോയി. ഇത് കോസ്കോ എന്ന് പറയുന്ന ഒരു കടയാണ്. അതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് 1 രൂപ 6 മാസത്തേക്ക് 1 വർഷത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ അവിടെ വിലക്കുറവാണ്, ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നതുകൊണ്ട്. പക്ഷേ നമുക്കൊരു ദോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട. എല്ലാം സോപ്പ് പൊടിയായി, സോപ്പായി, ചോക്ലേറ്റായി, അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല.
ക്ലോത്ത് ഐറ്റം എല്ലാം ഉണ്ട്. കൊച്ചു പിള്ളേരുടെ ഇതെല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതുപോലെ ഇതെല്ലാം ലേഡീസിൻ്റെ ഐറ്റമാണ്. അത് സീസൺ അനുസരിച്ചുള്ള ഡ്രസ്സുകളെല്ലാം വന്ന് അവിടെ നിറയും. ആൾക്കാരൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി അവർ എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ഉണ്ടാക്കണം. ആ കാർഡ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കൂടുതലും നമ്മുടെ ഈ സാലറിയുടെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ആ കാർഡൊക്കെ ഉണ്ടാക്കാൻ കിട്ടുന്നത്. ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ വാങ്ങിക്കാനായിട്ട്. $19.99 ഈ ഹൈഡ്രേഞ്ചിയ ചെടിക്ക്. എല്ലാ തരത്തിലുള്ള ചെടികളും ഉണ്ട് അവിടെ വിൽക്കാൻ. ഇപ്പം ചെടികൾ നടുന്ന സീസൺ ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് ചെടികളുണ്ട്. ടൊമാറ്റോ ഒക്കെ ചെടികൾ ചെറിയ തൈകൾ നല്ല തിക്കായിട്ട് വളരുന്ന, നല്ല അതിൻ്റെയൊക്കെ വളർച്ച കണ്ടാലേ അറിയാം ഇങ്ങോട്ട് കിളിച്ച് വരുന്നത്. അങ്ങനത്തെ ചെറിയ തൈകളുണ്ട്. എല്ലാ ടൈപ്പ് പൂച്ചെടികളുണ്ട്. പിന്നെ പച്ചക്കറികളുടെ എല്ലാം തൈകളുണ്ട്. പിന്നെ അല്ലാതെ ആർട്ടിഫിഷ്യൽ വേറെയുണ്ട്. ആർട്ടിഫിഷ്യൽ മീൻസ് ഇങ്ങനെ ഈ ബൊക്കെ ടൈപ്പ് എല്ലാം ഉണ്ട്. ഇത് മീറ്റ് ഐറ്റമാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ലെഗ് പീസുകൾ, അതൊക്കെ അങ്ങനെയുള്ള ഐറ്റമാണ്. മീറ്റ് ഐറ്റം അത് വേറെ, ചിക്കൻ്റെ എല്ലാം വേറെ വേറെ. അതുപോലെ മീനിൻ്റെ ഇങ്ങനെ ഫിലെ ആയിട്ടൊക്കെയുള്ള അങ്ങനെയുള്ളതുണ്ട്. പിന്നെ നഗറ്റ്സ്, ഹോട്ട് ഡോഗ്സ്, പിന്നെ ബീഫ്, അങ്ങനെ പല ടൈപ്പിലുള്ള എല്ലാ ഇറച്ചി വർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കേക്ക് ഐറ്റങ്ങൾ ഒരുപാടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ ചെറിയ ഓരോ സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, നഗറ്റ്സിൻ്റെ ആണെങ്കിലും ചെറിയ ജ്യൂസിൻ്റെ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇറച്ചി ഐറ്റമാണ്. കണ്ടോ, ഈ ചെടികൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതെല്ലാം ചട്ടിയോടെ കൊണ്ട് വാങ്ങിച്ച് കൊണ്ട് വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ടൊമാറ്റോ തൈകളാണ്. എന്ത് കരുത്തുള്ള ടൊമാറ്റോ തൈകളാണെന്ന് നോക്കി. A to Z സാധനം ഇവിടെ കിട്ടും. ചുമന്ന പൂവുള്ള ഒരു എന്തോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എന്താണെന്ന്. നല്ല സൈസ് പൂ അതും കിട്ടും. പിന്നെ ഇത് വയലറ്റ് പൂവിന് എനിക്കറിയില്ല എന്താണെന്ന്. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റങ്ങൾ ഒരുപാട് ടൈപ്പ് കിട്ടും. ഏതെല്ലാം വേണേലും കിട്ടും. പിന്നെ ബ്രെഡ് ഐറ്റങ്ങളൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ബ്രെഡ്, ബിസ്ക്കറ്റ്, കുക്കീസ്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ഈ സെക്ഷൻ മുഴുവൻ മീറ്റ് ഐറ്റമാണ്. ഇത് നമ്മൾ വെളിയിലിറങ്ങിയ വാൾമാർട്ട് എന്ന് പറയും. വാൾമാർട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണ്. അവിടെ നമുക്ക് ചെറിയ സാധനം നമ്മുടെ നാട്ടിൽ പോയി ചെറിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുന്ന പോലെ അവിടെ എല്ലാം ഉണ്ട്. A to Z സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഇത് സോപ്പിൻ്റെ ലിക്വിഡിൻ്റെ അങ്ങനത്തെ ബൾക്ക് ക്വാണ്ടിറ്റി, കാപ്പിപ്പൊടിയുടെ, നെയ്യുടെ അങ്ങനെയുള്ള ബൾക്ക് ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഐസ്ക്രീംസ് പല ടൈപ്പുള്ളതുണ്ട്. പിന്നെ മെഡിസിൻ്റെ ഒരുപാട് ഒരു കുറേ സ്ഥലങ്ങളുണ്ട്. ഓരോ ടൈപ്പിലുള്ള മെഡിസിൻ, വിറ്റമിൻസ്, ടാബ്ലറ്റ്സ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര ക്യൂവാണ്. കുറേ സമയം നിൽക്കണം ഒരു പേയ്മെൻറ്റിന് വേണ്ടി. പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പേയ്മെൻറ്റ് നമുക്ക് തന്നെത്താനെ സാധനങ്ങൾ എടുത്തു വെച്ച് ആ മെഷീനിലോട്ട് അത് തന്നെ സ്കാൻ ചെയ്ത് വിലയിട്ട് നമുക്കതിൻ്റെ സ്ലിപ്പ് വരും. അത് നമുക്ക് കാർഡ് കൊടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ പേ പോലോ ആപ്പിൾ പേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. ഇത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തേ ഇല്ല. ഇങ്ങനെ കിലോമീറ്റർ അങ്ങ് കിടക്കുകയാണ് വണ്ടി പാർക്കിങ്ങിന് വേണ്ടി. എത്ര ലൈനാണെന്നറിയാമോ? എത്ര നേരം കറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം കിട്ടുന്നത്. അങ്ങനെ വണ്ടി പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ബഫലോ വിങ്സ് എന്നാണ് പറയുന്നത്. അതായത് വിങ്സ്, ചിക്കൻ്റെ വിങ്സിൻ്റെ അതിനിടുന്ന തായ്ക്കറി അതിനകത്തിടുന്ന ഒരു എന്തുവാ അതിൻ്റെ ഒരു ഡിപ്പല്ല, ഈ ചിക്കൻ
ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തിടുന്ന ഒരു സോസാണോ എന്ന് പറയാനൊക്കത്തില്ല, ഒരു സൈസ് പൊടിയും ഒക്കെ ചേർന്നതാണ്. അതിൻ്റെ പേരങ്ങനെയാണ്. ഇത് അവിടുത്തെ ആൾക്കാരെല്ലാവരും നിൽക്കുക, പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുക. നോക്കിക്കുക എന്തുമാത്രം ക്യൂ ആണ് നിൽക്കുന്നതെന്ന്. ഭയങ്കര പാലും മുട്ടയൊക്കെ ഇവിടെ കിട്ടും. വലിയ ക്യാനായിട്ടൊക്കെ പാല് വാങ്ങിച്ചുകൊണ്ട് പോകും. മുട്ട അന്ന് 2-3 ട്രേ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ലാഭമുണ്ട്. അതിനൊക്കെ പ്രത്യേക സെക്ഷനാണ്. ഇതുപോലെ റഷാണ്. ഏതെല്ലാം രാജ്യത്തെ ആൾക്കാർ എവിടെ വന്ന് താമസിക്കുന്നതെന്നറിയാമോ? ഇത് ബഫലോ വിങ്സ്. ആ കടയ്ക്കകത്ത് ഞങ്ങൾ കയറിയിരുന്നിട്ട് ഓർഡർ ചെയ്ത് വെച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുക. അപ്പോൾ എല്ലായിടത്തും സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, TV സ്ക്രീനെല്ലാം വെച്ചിട്ടുണ്ട്. എന്തുവേലും മാച്ചൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിനകത്തൂടെ എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം കാണാം. ഇതാണ് വെഡ്ജസ്, പൊട്ടറ്റോ വെഡ്ജസും ബഫലോ വിങ്സും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഇതാ തായ്ക്കറി. നല്ല ടേസ്റ്റാണ്. എണ്ണയ്ക്കകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്ന നല്ല ചൂടാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റും. അത് എനിക്ക് പ്രത്യേകമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ മുന്നേ നിൽക്കുന്ന ഹൈഡ്രേഞ്ചിയ പൂവാണിത്. അപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ